മലയാളത്തിലെ പോലെയും ഹിന്ദിയിലെ ജൈസെയും എങ്ങനെ വാക്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു? ഉദാഹരണ സഹിതം മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണൂ, മൊത്തമായി കാണൂ. തീർച്ചയായും ഒരു സഹായമായിരിക്കും. മൊത്തമായി കാണുന്നവർക്ക് മനസ്സിലാകും. പോലെ, എന്നെ പോലെ, നിന്നെ പോലെ, അവനെ പോലെ, അവളെ പോലെ, അവരെ പോലെ തുടങ്ങിയ രീതിയിൽ പോലെ ചേർത്ത് നാം പറയാറുണ്ട്. ഇതിന് തുല്യമായി ഹിന്ദിയിലെ ജൈസെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തരഹ്. ഇതിന് തുല്യമായി ഹിന്ദിയിലെ ജൈസെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തരഹ് ചേർത്തും പറയാം. തരഹ്. ഇപ്പോൾ എനിക്ക് എന്നെ പോലെ എന്ന് പറയാൻ മേരാ ജൈസെ അല്ലെങ്കിൽ മേരാ തരഹ്. നേരിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. സാധാരണ സംസാരത്തിൽ മൈനർ മിസ്റ്റേക്ക് അംഗീകരിക്കാറുണ്ട്. നാം ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കൂട്ട് ചേർത്ത് സംസാരിക്കാറില്ലേ? അവൻ്റെ കൂട്ട്, അവടെ കൂട്ട്, എൻ്റെ കൂട്ട്, നിന്റെ കൂട്ട് എന്നൊക്കെ. അപ്പോൾ മേരി ജൈസെ എന്നെ പോലെ, തേരെ ജൈസെ നിന്നെ പോലെ, ഉൻകി ജൈസെ അവരെ പോലെ, ഉസ്കാ ജൈസെ അവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ ഒക്കെ. ചില ഉദാഹരണ വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ അവനെ പോലെ പാടും. പാടുന്നതിന് ഗാത്ത, ഹൂമും പറയണം. മേ ഉസ്കാ ജൈസെ ഗാത്താ ഹും. ഈക്വൽ ടു മേ ഉസ്കി ജൈസെ ഗാത്തി ഹും അല്ലെങ്കിൽ ഗാത്താ ഹും. അവൻ അവന്റെ ചേട്ടനെ പോലെയാണ്. ചേട്ടന് ബഡാ ഭായി എന്ന് പറയാം. വഹ് ഉൻകാ ബഡാ ഭായി ജൈസാ ഹേ. അവൻ അവന്റെ ചേട്ടനെ പോലെയാ. അപ്പോൾ പോലെ ജൈസെയാ. എന്നാൽ ഐസെ, വൈസെ, എന്നാൽ ഇതുപോലെ, അതുപോലെ ഈ വാക്കുകൾ എങ്ങനെയായിരിക്കാം വരുന്നത്? ഐസെ ഇതുപോലെ, വൈസെ അതുപോലെ. നിനക്ക് അത് ഇതുപോലെ, നിനക്ക് അത് ഇതുപോലെ ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയുന്നതിന് കർ സക്ത. ക്യാ തു ഉസ്സെ ഐസ കർ സക്താ ഹേ? ഉസ്സെ ഐസെ അത് ഇങ്ങനെ, ഉസെ വൈസെ അത് അങ്ങനെ. അയാൾ അതിങ്ങനെ ചെയ്തു. വഹ് ഉസെ ഐസ കിയ. ഇസെ ഐസെ ഇതിങ്ങനെ, ഉസെ വൈസെ അതങ്ങനെ. അവർ പറഞ്ഞതുപോലെ നിങ്ങൾ പണി പൂർത്തീകരിച്ചില്ല. പൂർത്തീകരിച്ചില്ല എന്നതിന് പൂരാ നഹി കിയ. ജൈസെ വേ ലോഗ് ബോലാ വൈസെ തും ലോഗ് പൂരാ നഹി കിയ. കാം പൂരാ നഹി കിയ, പണി പൂർത്തീകരിച്ചില്ല. കൈസെ ജാ പായേഗ. ജാ പായേഗ പോകും, പോകാൻ പറ്റും. എങ്ങനെ പോകാൻ പറ്റും? അപ്പോൾ കൈസെ എങ്ങനെ, ഐസെ ഇതുപോലെ, വൈസെ അതുപോലെ. ये काम कैसे करना चाहिए? ये काम कैसे करना चाहिए? ऐसा या वैसा. ഈ പണി എങ്ങനെ ചെയ്യണം? ഇതുപോലെ അല്ലെങ്കിൽ അതുപോലെ. ഐസെ കർണാ ചാഹിയെ ഇതുപോലെ ചെയ്യണം. വൈസ കർണാ ചാഹിയെ അതുപോലെ ചെയ്യണം. കൈസെ കർണാ ചാഹിയെ എങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ഹിന്ദിയിലെ ജൈസ, ഐസ, വൈസ ഒക്കെ ചേർത്ത് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കി സംസാരിക്കുവാൻ കഴിയും.